ഇന്ന് ബോട്ടക്സ് കുത്തിവയ്പ്പ് എന്ന് പറയുന്നത് മുൻകാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് ഏറ്റവും കോടീശ്വരന്മാർക്ക് അല്ലെങ്കിൽ സെലിബ്രിറ്റികൾക്ക് അല്ലെങ്കിൽ സിനിമാ സ്റ്റാഴ്സുകൾക്ക് ഇവരൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ശരിക്കും ബോട്ടക്സ് കുത്തിവയ്പ്പ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് പോലും കയ്യെത്തും ദൂരത്താണ്. സാധാരണ മെഡിക്കൽ കോളേജുകളിലും മറ്റേ ഒരുവിധം നല്ല ക്ലിനിക്കുകളിലൊക്കെ ബോട്ടോക്സ് കുത്തിവയ്പ്പുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാർക്ക് അതിനെക്കുറിച്ചൊരു അധികം അവയർനെസ് ഇല്ല. അപ്പം അത് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് സ്ത്രീകൾക്ക് ഇല്ല, സ്ത്രീകളും ഈ പുരുഷന്മാരും തമ്മിൽ കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾക്ക് ചുളി എന്ന് പറയുന്നത് പെട്ടെന്ന് വരും, സ്കിന്ന് പെട്ടെന്ന് തന്നെ ചുളിയും. ആണുങ്ങൾക്ക് എന്ന് പറയുന്നത് ഒരു 35-40 വയസ്സിൽ സ്ത്രീകൾക്ക് സ്കിന്ന് ചുളിയും. ആണുങ്ങൾക്ക് 35-40 വയസ്സിൽ ഒരിക്കലും ചുളി വരാറില്ല ശരീരത്തിൽ, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ആണുങ്ങൾക്ക് ചുളി വരുന്നത് ഏകദേശം 50 വയസ്സിന് ശേഷമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ സെലിബ്രിറ്റികൾ, ഈ പുരുഷന്മാരായ സെലിബ്രിറ്റികളായ സിനിമാ സ്റ്റാഴ്സുകൾ ഇത് സാധാരണ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഹിന്ദി നടന്മാരൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മലയാളത്തിലാണെങ്കിലും. ഇപ്പൊ നമ്മളെ ബോട്ടക്സ് സർജറി സാധാരണ പ്രേക്ഷകർക്ക് ശരിക്കും മനസ്സിലാകുന്നത് മോഹൻലാൽ ചെയ്തോടുകൂടിയിട്ടാണ്. അതായത് ഒടിയതിനു ശേഷം മോഹൻലാൽ ബോട്ടക്സ് സർജറി ചെയ്തു എന്നുള്ള ഒരു ഇത് അദ്ദേഹം ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ എല്ലാ ആളുകൾക്കും മനസ്സിലായി മോഹൻലാൽ ആ ചെറുപ്പം ഇതാക്കിയത് ബോട്ടക്സ് സർജറി ചെയ്തതിന് ശേഷമാണെന്ന്. പിന്നെ മമ്മൂട്ടിയും ഏകദേശം ചെയ്തിട്ടുണ്ട്, അത് പുറത്തു വിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. മമ്മൂട്ടിന്റെ ഏകദേശം പടങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ഭാഗം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കോടിയുണ്ടാവും മമ്മൂട്ടി ബോട്ടക്സ് സർജറി ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹിന്ദി നടന്മാർ ഒരു 13-14 പേരും ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മറ്റേ ലിബിയിലെ ഏകാധിപതി ഗദ്ദാഫി എന്ന് പറയുന്ന ആളെ കേട്ടിട്ടുണ്ടാകില്ല, അയാൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്ലാസ്റ്റിക് സർജറികൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹം. അതിൽ ആദ്യം ചെയ്ത ഒന്നാണ് ഈ ബോട്ടക്സ് കുത്തിവയ്പ്പ്. അപ്പോൾ ഇതിൽ ഫാഷൻ അല്ലെങ്കിൽ യൗവനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്യൂട്ടി എന്ന് പറയുന്നത് നിലനിർത്തുന്നത് പണ്ടുകാലം മുതൽ തന്നെ, ചരിത്രാതീത കാലം മുതൽ തന്നെ മനുഷ്യന് ബ്യൂട്ടി കോൺഷ്യസ് എന്ന് പറയുന്നത് വളരെ വളരെ വലിയ കാര്യമാണ്. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഹാരപ്പൻ കൾച്ചർ മുതലേ, അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സംസ്കാരം, അല്ലെങ്കിൽ ചൈനീസ് സംസ്കാരം, ഗ്രീക്ക് സംസ്കാരം, അവിടെയൊക്കെ നിങ്ങൾ പണ്ടുകാലത്ത് പഠിച്ചിട്ടുണ്ടാവും. ഈജിപ്തിലൊക്കെ ആളുകൾ എന്ന് പറയുന്നത് പെയിന്റ് ഒക്കെ അടിച്ചിട്ട് കണ്ടിട്ടില്ല, അവർ ഡ്രസ്സിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് പല പല ചായക്കൂട്ടുകൾ. ഇപ്പൊ നമ്മുടെ ചരിത്രം എടുത്താലും ശരി, പല ഫാഷൻസ് ഭംഗിക്ക് വേണ്ടി പലതും അവർ ചെയ്തുകൊണ്ടേയിരിക്കും. പല എന്താ പറയാ ചാറുകളും അതുപോലെ തന്നെ പല പെയിന്റുകളും എല്ലാം ഉപയോഗിച്ച് അവര് മുഖവും അതുപോലെ തന്നെ ടാറ്റു അടിക്കുന്ന പോലെ പല ചിത്രപ്പണികളും എല്ലാം ചെയ്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭംഗിക്ക് വേണ്ടി തന്നെയാണ്, ബ്യൂട്ടി നിലനിർത്താൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് പണ്ടുകാലം മുതൽ തന്നെ, ചരിത്രാതീത കാലം മുതൽ തന്നെ മനുഷ്യൻ എന്ന് പറയുന്നത് ബ്യൂട്ടി കോൺഷ്യസ്നെസ് ആണ്. അപ്പോൾ ഇപ്പൊ സയൻസ് കൂടുതൽ ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ എന്തായാലും അത് അതിൻ്റെതായ രീതിയിൽ നടക്കുമല്ലോ. ഇപ്പൊ ബോട്ടക്സ് കുത്തിവയ്പ്പ് എന്ന് പറയുന്നത് ഇപ്പൊ വ്യാപകമായ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലധികം അല്ലെങ്കിൽ കേരളത്തിൽ വളരെ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ മറ്റു ഭാഗങ്ങളിൽ വളരെയേറെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബോട്ടക്സ് കുത്തിവയ്പ്പിനെ കുറിച്ചാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയി പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം. ഫോർ എക്സാമ്പിൾ, ഈ നെറ്റിയുടെ ഭാഗങ്ങളിൽ ഒരു 3 വര ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഭാഗത്ത് കുറച്ച് വരകളുണ്ട്. അങ്ങനെ ചിരിക്കുന്ന സമയത്തൊക്കെ ഈ ഭാഗത്ത് വരകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. പിന്നെ അതുപോലെ ഈ കഴുത്തിലുള്ള ഒരു ചുളി, ഈ 3 ഭാഗങ്ങളാണ് മെയിനായിട്ട് ബോട്ടക്സ് സർജറി നടത്തുന്നത്. പിന്നെ ഈ പുരികത്തിന്റെ അവിടെയായിട്ട്, അതായത് സർജറി അല്ല, ബോട്ടക്സ് കുത്തിവയ്പ്പ് കേട്ടോ, സോറി. അപ്പോൾ അവിടെ കുത്തിവെച്ചുകൊണ്ടിരിക്കും. അത് വളരെ സുരക്ഷിതമാണെങ്കിലും, ഈ ബോട്ടക്സ് കുത്തിവയ്പ്പുകൾ എന്ന് പറയുന്നത് വളരെ സുരക്ഷിതമാണെങ്കിലും അതിൽ ഒരുപാട് ചതവ് അല്ലെങ്കിൽ അതിനുശേഷം ഒരുപാട് വീക്കം, ഈ കുത്തിവെച്ച ഭാഗങ്ങൾ വളരെയേറെ ചുവന്ന് തടിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള സൈഡ് എഫക്റ്റുകൾ, പാർശ്വഫലങ്ങളുണ്ട്. പിന്നെ കൺപോളകൾ തൂങ്ങി നിൽക്കുക, മറ്റേ അതുപോലെ തന്നെ ഈ ചിരിയിലെ ഒരു അപാകത, ചിരിയിലെ പാർശ്വഫലങ്ങള്, ചിരിക്കാണ് പെട്ടെന്ന് വരിക. ചിരി ഇങ്ങനെ നമ്മളെ സ്വാഭാവിക ചിരിയിൽ നിന്ന്
മാറി എന്താ പറയാ കുറച്ചുകൂടി ഇപ്പൊ മോഹൻലാല് ഈ ഒടിയില് ബോട്ടക്സ് സർജറി മറ്റേ കുത്തിവയ്പ്പിന് ശേഷം ഇതിങ്ങനെ ആകുമല്ലോ, ഒരു KPCC തന്നെ ട്രോളന്മാര് ട്രോൾ ചെയ്ത്. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ മെയിൻ പാർശ്വഫലം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ബോട്ടക്സ് സർജറി ഏറ്റവും കൂടുതൽ ലോക ശ്രദ്ധ ആകർഷിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ലിബിയയിലെ ഗദ്ദാഫി, ലിബിയൻ ഏകാധിപതിയായ ഗദ്ദാഫി ചെയ്തതിനു ശേഷമാണ് ഇത് കൂടുതൽ പോപ്പുലർ ആയത്. പിന്നെ മറ്റേ ഹിന്ദി ബോളിവുഡ് നടന്മാർ ഇത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. മറ്റേ മലയാളത്തില് ഒരു ഇത് എല്ലാവരും അറിയപ്പെട്ടത് മോഹൻലാല് ഒടിയന് ഇതിന് ശേഷം ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ ഇതില് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ ജസ്റ്റ് പുരികത്തിന്റെ അവിടെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കഴുത്തിന്റെ അവിടെ, ഈ ഭാഗത്ത്, കണ്ണിന്റെ സൈഡില്, ഈ ഭാഗങ്ങളിലൊക്കെ കുത്തിവയ്പ്പുകൾ നടത്തുന്ന സമയത്ത് ഇത് ഒരു കുത്തിവയ്പ്പ് അല്ലെങ്കിൽ 2 കുത്തിവയ്പ്പല്ല ഇത് ചെയ്യുന്നത്. അതായത് തുടർച്ചയായിട്ട് മീൻസ് ഒരു 7-8 മാസമാണ് പറയുന്നത്. ആ 8 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും എടുക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതില് ക്ലോസ്ട്രിഡിയം ബോട്ടുലിസം എന്ന് പറയുന്ന ബാക്ടീരിയ, അതിൽ നിന്ന് വേർതിരിച്ചെടുത്ത ബാക്ടീരിയയാണ് ഇതിൽ എടുത്ത് കുത്തിവെക്കുന്നത്. മനുഷ്യന് ഉപകാരപ്രദമായ രീതിയിൽ അതിനെ മാറ്റി എടുത്തതിലാണ് സയൻസിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അതില് ഒരുപാട് വിഷവസ്തുക്കളുണ്ട്. അതിന്റെ സൈഡ് എഫക്റ്റുകൾ വരാനും വളരെ സാധ്യത കൂടുതലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ മാംസപേശികളിൽ ഇത് കുത്തിവെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുള്ള അഭിനയങ്ങള് വീണ്ടും വീണ്ടും ഒരു 8 മാസം കഴിഞ്ഞ് കുത്തിവെക്കുന്ന സമയത്ത് സ്വാഭാവികത നഷ്ടപ്പെടും ചർമ്മത്തിന്റെ. അതാണ് മോഹൻലാലിന് സംഭവിച്ചത്. ഇപ്പൊ ഒടിയന് ശേഷമുള്ള 2 പാർട്ടായിട്ട് നമുക്ക് മോഹൻലാലിന്റെ കാലഘട്ടത്തിനെ വിശേഷിപ്പിക്കാം. ഒന്ന് മറ്റേ ഒടിയന് മുമ്പുള്ള കാലഘട്ടം, ഒടിയന് ശേഷമുള്ള കാലഘട്ടം എന്നുള്ള രീതിയിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മാംസപേശികളിൽ കുത്തിവെക്കുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ആ സ്വാഭാവികത നഷ്ടപ്പെട്ടു. ഈ നടന്മാർക്കൊക്കെ എന്താ ഒരു പ്രത്യേകത, ഈ കണ്ണുകൾ കൊണ്ട് സംസാരിക്കുക, കൺപീലികൾ സംസാരിക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പൊ അവിടെ സ്വാഭാവികത നഷ്ടപ്പെടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസപ്പ് ഷോട്ടൊക്കെ എടുക്കുന്ന സമയത്ത് അതൊരു അപാകത പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലിൽ നിന്ന് ക്ലോസപ്പ് ഷോട്ട് കാണിക്കാതിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് മറ്റേ മോഹൻലാൽ മാത്രമാണ് ഈ എന്താ പറയാ ബോട്ടക്സ് കുത്തിവയ്പ്പ് ചെയ്തിരിക്കുന്നതാണ്. മമ്മൂട്ടിന്റെ ചില സിനിമകളിൽ, അല്ലെങ്കിൽ മമ്മൂട്ടിന്റെ ഒരു 4-5 വർഷമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മമ്മൂട്ടി ചില സമയത്ത് ഈ ഭാഗം ഇങ്ങനെ കോടിയിട്ടാണ് നിൽക്കുന്നുണ്ടാകുക അല്ലെ. കൂടുതൽ അദ്ദേഹത്തിന് ക്ലോസപ്പ് ഷോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അദ്ദേഹവും എടുത്തിട്ടുണ്ട്. പക്ഷെ മോഹൻലാലാണ് കൂടുതൽ ട്രോൾ ചെയ്യുന്നത്, മോഹൻലാലിനാണ് മാത്രം. അപ്പൊ പറഞ്ഞു പറഞ്ഞത് സൈഡ് എഫക്റ്റുകൾ ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഹെൽത്ത് എന്താ പറയാ നല്ലൊരു ക്ലിനിക്കിൽ പോയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ധാരാളം ക്ലിനിക്കുകൾ എന്താ പറയാ കൂണുപോലെ പൊന്തിയിട്ടുണ്ട് കേരളത്തില്. അതായത് മറ്റേ ഈ ബോട്ടക്സ് കുത്തിവയ്പ്പുകൾ ഇഷ്ടംപോലെ ചെയ്യുന്ന ക്ലിനിക്കുകൾ. അപ്പോൾ ഏറ്റവും നമ്മൾ ഒരു ക്ലിനിക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് വളരെ ആലോചിച്ച് അവിടെ റിസൾട്ടിനെ കുറിച്ചും അവിടുത്തെ ഡോക്ടറിനെ കുറിച്ചും എല്ലാം അന്വേഷിച്ചിട്ട് മാത്രം ഇത് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ സുരക്ഷിതമാണ്. ഇന്നത്തെ കാലത്ത് എന്താ പറയാ ഒരു യൗവനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ചരിത്രാതീത കാലം മുതൽ തന്നെ മനുഷ്യൻ യൗവനം അല്ലെങ്കിൽ ഫാഷൻ, ബ്യൂട്ടി കോൺഷ്യസിലൊക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ ബോട്ടക്സ് കുത്തിവയ്പ്പിലൂടെ യൗവനം തിരിച്ചു പിടിക്കുക, അപ്പോൾ നല്ലൊരു ക്ലിനിക്കിനെ സമീപിക്കുക ഒക്കെ ചെയ്യുക. സൈഡ് എഫക്റ്റ് ഇങ്ങനെയൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി വേറെ രസകരമായ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ മോഹൻലാൽ ഈ ബോട്ടക്സ് ഇത് ചെയ്തതിന് ശേഷം 8 വർഷം താടി വളർത്തിയില്ലേ, അത് സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു ആ പുഞ്ചിരിയിലും അതുപോലെ തന്നെ മറ്റേ ഈ കണ്ണിന്റെ കൺപോളകളിലാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ എഫക്റ്റുകൾ ഉണ്ടാകുക. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റേ അതാണ് ഈ ബോട്ടക്സ് കുത്തിവയ്പ്പുകൾ നടത്തിയ ആളുകൾ താടി വെക്കുന്നത് എന്നാണ് പറയുന്നത്. താടി വെക്കുന്ന സമയത്ത് എന്താണ് ഈ സാധനം ഈ ഇവിടെ തൂങ്ങിയത് അറിയില്ലല്ലോ. പിന്നെ ഇത് മാത്രമല്ല കേട്ടാ, അതായത് ഈ ബോട്ടക്സ് കുത്തിവയ്പ്പ് എന്ന് പറയുന്നത് സൗന്ദര്യത്തിന്റെ മാത്രമല്ല, പിന്നെ പല എന്താ പറയാ ഈ സ്ട്രോക്ക് വന്ന ആളുകൾക്ക് ബോട്ടക്സ് കുത്തിവയ്പ്പുകൾ നടത്താറുണ്ട്. അതായത് ഇപ്പൊ ചില പാഴ്സി കണ്ടൊരു അസുഖം ഉണ്ടല്ലോ, എന്നാ
സെറിബ്രൽ പാൾസി പറഞ്ഞ അസുഖങ്ങളുണ്ട്. ആ കുട്ടികൾക്ക് ചില കൈയിൻ്റെ അവിടെ ഇവിടെയൊക്കെ ചലിക്കാൻ പറ്റും, പക്ഷെ ഇവിടെ നിന്നും ഭയങ്കര ബലം പ്രയോഗിക്കുക, ഭയങ്കര ശക്തിയായിട്ട് ഇത് ചെയ്യുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് കുത്തിവയ്പ്പുകൾ നടത്തുന്നുണ്ട്. ഈ കഴുത്ത്, ഈ താടി എല്ലിൻ്റെ അവിടെ ഇങ്ങനെ ചിരിക്കാനൊന്നും പറ്റാത്ത കണ്ടീഷൻ, ഈ ജോയിൻ്റെ അവിടെ മറ്റേ അധികം ഇങ്ങനെ സാധാരണ പോലെ കഴിയാത്ത അവസ്ഥയിൽ ഇവിടെ ചെയ്യാറുണ്ട്. സ്ട്രോക്കിൻ്റെ നമ്മൾ പറഞ്ഞ സ്ട്രോക്ക് വന്ന ആളുകൾക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ ബ്യൂട്ടിക്ക് മാത്രമല്ല, ബ്യൂട്ടി നീഡ്സിന് മാത്രമല്ല ഇത് ചെയ്യുന്നത്. മറ്റ് എന്താ പറയുക, സ്ട്രോക്ക്, അത് കുട്ടികളിലെ ഈ സെറിബ്രൽ പൾസി വന്ന ആളുകൾക്ക്, ഈ ലോക്ക് ജോ വന്ന ആൾ, ഇവിടെ നിന്ന് ചിരിക്കാനും മറ്റും കഴിയാത്തൊരു അവസ്ഥയിൽ വരുന്ന ആളുകൾക്ക് എല്ലാം ഇത് ചെയ്യാറുണ്ട്. ബോട്ടോക്സ് കുത്തിവയ്പ്പുകൾ സാധാരണയായി സുരക്ഷിതമാണെങ്കിലും അതിൻ്റെ പാർശ്വഫലങ്ങൾ എന്ന് പറയുന്നത് മെയിനായിട്ട് 3 എണ്ണമാണ്. അതായത് കൺപോളകൾ തൂങ്ങിപ്പോവുക, പിന്നെ അതുപോലെ തന്നെ ഈ മുഖം കോടിപ്പോവുക. അതായത് മമ്മൂട്ടിൻ്റെയൊക്കെ മുഖം ചില സിനിമകളിൽ കണ്ടില്ലേ, ഇങ്ങനെ കോടിയിട്ട് കണ്ടിട്ടില്ലേ, അതൊന്ന്. പിന്നെ ഈ വക്രമായ പുഞ്ചിരി, അതായത് പുഞ്ചിരി നമ്മൾ സാധാരണ നോർമൽ പുഞ്ചിരിയില്ല, ഇപ്പം എല്ലാറ്റിനും ഒരു അളവുണ്ട്. പുഞ്ചിരിക്ക് ഒരു അളവുണ്ട്. ആ അളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു അപാകത ഉണ്ടാവും. ഇപ്പൊ മോഹൻലാൽ എന്ന് പറയുന്ന നടന്ന ആ സ്വാഭാവിക പുഞ്ചിരിയിൽ നിന്ന് ഇത് ചെയ്തതിന് ശേഷം സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. അതാണ് മറ്റേ ട്രോളന്മാര് KPC ലളിതയുമായിട്ട് അത് കമ്പയർ ചെയ്ത് ട്രോൾ ചെയ്ത്. അപ്പൊ ആ സാധനം ഇത് വന്നതിന് ശേഷം പാർശ്വഫലങ്ങൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ കുറച്ച് പിന്നെയും ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അതിൻ്റെ അതേതായ കൃത്യമായ ഇടവേളകളിൽ വീണ്ടും കുത്തിവയ്പ്പുകൾ നടത്തിക്കൊണ്ടേയിരിക്കണം. ഓക്കെ. അപ്പോൾ പിന്നെ അതിൽ മറ്റൊരു പാർശ്വഫലം എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള പാർശ്വഫലം എന്ന് പറഞ്ഞാൽ പനി, ക്ഷീണം, എന്താ പറയുക, തലവേദന, വിട്ടുമാറാത്ത തലവേദന, ഇതൊക്കെയാണ് മറ്റു പാർശ്വഫലങ്ങൾ. പിന്നെ എന്താ പറയുക, ഗ്ലാമർ അല്ലേ, ഗ്ലാമറിന് വേണ്ടിയിട്ടല്ലേ അവരെ കുറെ റിസ്ക് ഒക്കെ എടുക്കാൻ തയ്യാറായിരിക്കണം അല്ലേ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ആളുകൾ ചെയ്യുക തന്നെ. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഇപ്പൊ പുതിയ ഇതില് ഇപ്പൊ ബോട്ടോക്സ് കുത്തിവയ്പ്പുകൾ എന്ന് പറയുന്നത് മുൻ കാലഘട്ടങ്ങളിൽ വിദേശ രാജ്യത്ത് പോയിട്ടൊക്കെയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇപ്പൊ പിന്നെ വളരെ പിന്നീട് ഇന്ത്യയിൽ വന്ന സമയത്ത് ഹൈദരാബാദ്, അതുപോലെ തന്നെ മറ്റേ ബാംഗ്ലൂർ, ഡൽഹി, അവിടെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളെ സാധാരണ മെഡിക്കൽ കോളേജിലടക്കം ബോട്ടോക്സ് കുത്തിവയ്പ്പുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ചെയ്യേണ്ടത് സാധാരണ ക്ലിനിക്കുകളിൽ, സ്വകാര്യ ക്ലിനിക്കുകളിലും ബോട്ടോക്സ് കുത്തിവയ്പ്പുകൾ നടത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നല്ലൊരു ക്ലിനിക്കിൽ പോയിട്ട് നല്ലൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇതിന്റെ സൈഡ് എഫക്റ്റുകൾ, ഇതിന്റെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ വെളുക്കാൻ തേച്ച് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ പല ഇതായിട്ട് മാറും. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഈ ബോട്ടോക്സ് കുത്തിവയ്പ്പ് എന്ന് പറയുന്നത് ചില ആളുകൾ വിചാരിക്കുന്നത് ഒരു കുത്തിവയ്പ്പ് അല്ലെങ്കിൽ 2 എണ്ണം കുത്തിവെച്ച് കഴിഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ്. അതൊരു 8 മാസം കൂടുമ്പോഴാണ് ഇത് ആകുന്നത്. ബോട്ടോക്സ് കുത്തിവയ്പ്പുകൾ ഫില്ലിങ് എന്ന് പറഞ്ഞിട്ട് 2 വിഭാഗങ്ങളുണ്ട്. അതായത് ഒന്ന് മറ്റേ നമ്മൾ പറഞ്ഞ പോലെ ഈ കണ്ണിന്റെ അവിടെ, ഈ നെറ്റിന്റെ അവിടെ, അങ്ങനെയുള്ള സോഫ്റ്റ് സ്കിന്നിൽ ചെയ്യുന്ന കാര്യങ്ങളും, പിന്നെ ഹാർഡായിട്ടുള്ള ഈ ഭാഗങ്ങളിൽ കഴുത്തിന്റെ അവിടെ ചെയ്യുന്ന ഹാർഡ് ഫില്ലിങ്, അങ്ങനെയുള്ള കുത്തിവയ്പ്പുകളും ഉണ്ട്. 2 വിഭാഗമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത്, ചെയ്യുന്നതിന് മുമ്പ് നല്ലൊരു ഡോക്ടറിനെ, നല്ലൊരു ക്ലിനിക്കിനെ സമീപിച്ച് അവരുമായിട്ട് നല്ല രീതിയിൽ കൺസൾട്ട് ചെയ്ത് നിങ്ങളെ ഏത് ഭാഗമാണ് ഏതാണെന്ന് നല്ല രീതിയിൽ ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് ഇതൊക്കെ ചെയ്യുക. അപ്പോൾ ഇപ്പം പറഞ്ഞു വന്നത്, ഈ ബോട്ടോക്സ് കുത്തിവയ്പ്പ് എന്ന് പറയുന്നത് ഇപ്പം സാധാരണക്കാർക്കും എന്താ പറയുക ചെയ്യാം. അതായത് കോടീശ്വരന്മാർക്കോ അല്ലെങ്കിൽ സിനിമ സെലിബ്രിറ്റികൾക്ക് മാത്രമല്ല, സാധാരണക്കാർക്കും ചെയ്യാവുന്ന കയ്യെത്തും ദൂരത്തിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.